ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷൂസുകൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ NT സ്കാൻ കഴിഞ്ഞു. നിങ്ങൾ തമ്മിലേൽ കണ്ടിട്ടായിരിക്കല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ NT സ്കാൻ കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു NT സ്കാൻ കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് ക്ലിപ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അല്ലോട്ടനും തുമ്പി ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ മുന്നേ കുറച്ച് കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. എന്താ ചേച്ചി ഡോക്ടറല്ലേ, സോ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇടാതിരുന്നിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ചുള്ളതല്ലേ. ഇപ്പോൾ ഞാനൊരു ഫാമിലി വ്ളോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷൻ അതായതുകൊണ്ട് ഓഫ് കോഴ്സ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനത്തെ വീഡിയോസും കാണാൻ പറ്റും. പക്ഷേ ഞാൻ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാത്തത് അത് ശരിക്കും ഒരു മെഡിക്കൽ എത്തിക്സിന് ചേർന്നൊരു കാര്യമല്ല. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഒരാൾക്കൊരു മരുന്ന് സജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു അസുഖത്തിന് ഇന്ന മരുന്ന് എന്നല്ല, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ അസുഖം, അവരുടെ ഹിസ്റ്ററി, അവർ കഴിക്കുന്ന മരുന്നുകൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാൾക്ക്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഒരാൾക്ക് മരുന്ന് കൊടുക്കുക. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന മരുന്ന് ഇന്നതിന് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഉണ്ടാവില്ലേ, ദൂഷ്യഫലം ഉണ്ടാവില്ലോ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഒരിക്കലും മെഡിക്കൽ എത്തിക്സിന് ചേർന്നൊരു കാര്യമല്ല. നമ്മൾ മെഡിസിനെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. കാരണം നിങ്ങളെ കമൻസിൽ ഞാൻ അത് കണ്ടു, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ നമ്മളെ NT സ്കാൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. ഓക്കെ, അപ്പോൾ കുറേ എന്നെ പോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടത്തുണ്ടെന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വാട്ട ഈറ്റിനെ ഡേ ചെയ്ത സമയത്ത് കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും പ്രഗ്നൻ്റ് ആണ്, എനിക്കിങ്ങനെ ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്ര മന്തിലാണ്, എനിക്ക് ഇതാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. സോ ഹാപ്പി ആൻഡ് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പെട്ടെന്നൊരു കുഞ്ഞാവണ്ടാട്ടോ. അത്തരം കമൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യം നമ്മുടെ NT സ്കാൻ ആണ് കേട്ടോ. NT സ്കാനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞുതരാം. NT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്കൽ ട്രാൻസ്ക്ലൂസൻസി കഷ്ടപ്പാടാ സ്കാൻ എന്നാണ് കേട്ടോ. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഗർഭാവസ്ഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ പറ്റുന്ന ഒരു സ്കാനാണിത്. അപ്പോൾ അത് നമ്മളൊരു 11 to 14 ആഴ്ചേൻ്റെ ഉള്ളിലാണ് ചെയ്യുക. ഓക്കെ, 11 to 14 വീക്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ആ ഒരു ട്രൈമസ്റ്റർ ആ ഒരു ടൈം ആവുന്ന സമയത്ത് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ഒരു സ്ക്രീനിങ് ആണ്. അത് ലൈക്ക് USG ആണല്ലോ, സ്കാനിങ് ആണല്ലോ. സോ അതിലെന്താ നോക്കുക, കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോലത്തെ സിൻഡ്രോംസ് എന്തെങ്കിലും ഉണ്ടോ, ഹാർട്ടിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അതുപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ഒരു നോർമൽ ഒരു സ്ക്രീനിങ്. അതുപോലെ നേസൽ ബോൺ ഫോം ആയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യണത്. പിന്നെ കുഞ്ഞിൻ്റെ നെക്കിൻ്റെ പിൻവശത്ത്, അതായത് കുഞ്ഞിൻ്റെ ആ ഒരു നെക്കിൻ്റെ പിൻവശത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിൻ്റെ മെഷർമെൻറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റ് ഒരു സ്ക്രീനിങ് ആണത്. അതായത് ഒരു ഡീറ്റെയിൽഡ് സ്കാനും കൂടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും സിൻഡ്രോംസ് ഉണ്ടോ, അല്ലെങ്കിൽ നേസൽ ബോൺ ഫോം ആയിട്ടില്ലേ, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെക്കപ്പിൽ ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെയും ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ അതിലൊന്ന് ഒരു സ്ക്രീനിങ് തന്നെയാണിത്. അതുപോലെ തന്നെ അത് ഫിസിക്കലി ഉള്ളത്. ആൻഡ് നമുക്ക് ബ്ലഡിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ കാര്യം, ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. 2-3 days ആകും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് NT സ്കാൻ എന്നുള്ളത്. ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക്, ഞാനൊക്കെ ഉണ്ടല്ലോ പഠിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. അത് ഏറെക്കുറെ എല്ലാവരും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അല്ലേ. ഇവിടെ കല്യാണി പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിലും ഇപ്പം അപ്പു ആണെങ്കിലൊക്കെ ഫുൾ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ കാണാതെ ഇങ്ങനെ ഫുൾ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ കോമൺ, അപ്പോൾ ഗൂഗിളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും അല്ലേ. നമ്മൾ സ്കാനിങ്ങിന് പോണതിന് മുന്നേ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്ത് വരെ നോക്കുന്നുണ്ടാവില്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ ചേട്ടോ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതൊരു സ്ക്രീനിങ് ആണ്. അപ്പോൾ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് NT സ്കാനിന് പോയത്. അപ്പോൾ അതിപ്പോൾ എന്താ ടെൻഷൻ അടിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ചില ആൾക്കാരുടെ ഒരു സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെ 10ാമത്തെ കുട്ടിയാണെങ്കിലും അത് നമ്മുടെ കുഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വയറ്റിലെത്തിക്കഴിഞ്ഞ് അതൊരു 10ാം മാസം കഴിഞ്ഞ്, മീൻസ് 9 മാസം കഴിഞ്ഞ് നമ്മളെ കയ്യിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുന്നത് വരയ്ക്കും നമുക്ക് ടെൻഷൻ തന്നെയാണ് അല്ലേ. അതിപ്പോൾ എത്രാമത്തെ കുട്ടിയാണെങ്കിലും അതെ. കാരണം നമുക്ക് 1ാമത്തെ കുട്ടി 2ാമത്തെ കുട്ടിയാണെന്ന് വേർതിരിച്ച് കാണാൻ പറ്റില്ല, എല്ലാം നമ്മളെ മക്കളല്ലേ. അപ്പോൾ 3ാമത്തെ അല്ലേ, ഇതിനിപ്പോൾ എന്താ അത്ര ടെൻഷൻ എന്നൊന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു
ഈ കുഞ്ഞിന് നമ്മളെ കയ്യിലേക്ക് ആരോഗ്യത്തോടെ കിട്ടുന്നവരെ നമുക്ക് അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും ഒക്കെ ടെൻഷൻ ഉണ്ടാവും. ഞാൻ ഇന്നലെ സ്കാനിങ്ങിന് പോയി ആ റിസൾട്ട് കിട്ടുന്ന ആഴ്ചയായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എടി എന്തായി റിസൾട്ട് വന്ന പാട് മെസ്സേജ് അയക്കണേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ അത് നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അല്ലുവിൻ്റെയും തുമ്പിൻ്റെയും ഇടയ്ക്ക് ഒരാൾ ഞങ്ങൾക്ക് ഒരു അബോർഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 2-3 മന്ത്സ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് അബോർഷൻ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എന്തോ സ്കാനിന് പോകുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം എനിക്ക് ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിട്ടാണ് ആ ഒരു അബോർഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ മിന്നി വാഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് കയ്യിൽ കിട്ടി കുഴപ്പമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് എനിക്കൊരു സമാധാനമായത്. അപ്പം ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം എല്ലാത്തിലും അതെ, അല്ലുട്ടനെ ആണെങ്കിലും തുമ്പീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. കല്യാണി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവളുടെ കണ്ടീഷൻസ് വെച്ചിട്ട് ഞാൻ അത് ഫുള്ള് പഠിക്കും. കാരണം ഇവർക്ക് സ്കാനും എന്ത് ചെയ്താലും ആദ്യം അവർ എനിക്ക് അയക്കും, ചേച്ചി കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് പഠിച്ചതിനേക്കാളും കൂടുതൽ ഇവരെ പ്രഗ്നൻ്റ് ആയ സമയത്തായിരിക്കും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. NT സ്കാനിനെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് വിശകലനം ചെയ്ത് പഠിച്ചിട്ടുണ്ട് പോണതിന് മുന്നേ. അപ്പം അത് റിവിഷൻ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ സ്കാനിങ്ങിന് പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏട്ടനടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നെ എനിക്ക് വയ്യ, എനിക്ക് ഷുഗറൊന്ന് ഇടയ്ക്കൊന്ന് കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഏട്ടനുണ്ടായിരുന്നു. ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. FBS ഉം PPBS ഉം HbA1c ഒരു ഇച്ചിരി നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഒരു ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്തായിരുന്നു, HP കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ആൻഡ് വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ കാര്യം എന്താ അറിയോ, നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കിടന്ന് നമ്മൾ ആകെ നേരെ കാണുന്നത്, ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തത് സെയിം ലാബിൽ നിന്നാണ്. അപ്പം നമ്മൾ നേരെ കാണുന്നത് ഡോക്ടറെ ഫേസ് ആണ്. അപ്പോൾ ഡോക്ടറെ ഫേസിൽ ഞാനിങ്ങനെ ഓരോന്ന്, അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും പറയണം. അപ്പം വെച്ചാൽ ഞാനിപ്പോൾ ഈ ഫീൽഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ അത് മനസ്സിലാവുമല്ലോ. അപ്പം ഡോക്ടർ അത് പറയണമില്ല. ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ തോന്നുന്നു. അപ്പോൾ ഡോക്ടർ ഇത്തവണ അധികം ഒന്നും പറഞ്ഞില്ല. ആൻഡ് ഫസ്റ്റ് എനിക്ക് ഹാർട്ട് ബീറ്റ് കേട്ട സമയത്ത്, മീൻസ് സൗണ്ട് കേട്ട സമയത്ത് ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻഷനായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സൗണ്ട് കേട്ട സമയത്ത് തീരെ ഹാർട്ട് ബീറ്റിനൊരു റിത്തം അല്ല ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ദൈവമേ ഇതെന്താ. പക്ഷെ ആക്ച്വലി അവർ ഫസ്റ്റ് ബ്ലഡ് വെസലിൻ്റെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷനും അതൊക്കെ കൂടെ, കാരണം ഞാൻ ഫസ്റ്റ് ഹാർട്ട് ബീറ്റാണ് പ്രതീക്ഷിച്ചത്, ആ സൗണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ബ്ലഡ് വെസലിലാണ് വന്നത്. പിന്നെ എനിക്ക് കത്തിയിട്ടോ, ഇത് ഹാർട്ട് ബീറ്റിൻ്റെ അല്ല ബ്ലഡ് വെസലിൻ്റെ ബ്ലഡ് ഫ്ലോയുടെ സൗണ്ട് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് അബദ്ധങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടി ഞാൻ കിടക്കുന്ന സമയത്ത്, മീൻസ് സ്കാനിങ്ങിന് കിടക്കുന്ന സമയത്ത്. ആൻഡ് ഡോക്ടറെ ഫേസിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ഡോക്ടർ ഭയങ്കര സീരിയസ്. കാരണം ഡോക്ടർ ഇത് നോക്കുകയാണല്ലോ. പക്ഷേ മുപ്പത്തി ഇപ്പം ചിരിച്ച് കളിച്ചിരുന്നുകൊണ്ട് നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഡോക്ടറെ മൊത്തയ്ക്ക് എന്നാ നോക്കിയിരുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ സ്കാനൊക്കെ കഴിഞ്ഞു. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അല്ലു, തുമ്പി, ഞങ്ങളെല്ലാവരും പാടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലു, തുമ്പി, ഞാൻ, വൈശാഖേട്ടെന്ന് ആഗ്രഹമാണ്, ഉഷമ്മ, പിന്നെ വൈശാഖിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം ബൈക്കിൽ പോകാന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. പിന്നെ അമ്മയും ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർ ഓടിക്കാൻ ഒരാളെ കിട്ടാൻ വലിയ ടാസ്ക്കാണ്. പിന്നെ ഞങ്ങൾ ഭക്തേട്ടനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല പൊതുവേ. കാരണം ഏട്ടൻ പോകുമ്പോഴേ പറയണം ഭക്തനെ അധികം ബുദ്ധിമുട്ടാക്കരുത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിച്ചാൽ മതി എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കാറുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സ്കാനിങ്ങിന് പോയൊരു വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടോളൂ ഗൈസ്. ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഒരു 3 മണിയാകുമ്പോൾ അവിടെ എത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. പിന്നെ എന്നത്തെയും പോലെ ഇന്നും ഇച്ചിരി നേരം വൈകിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മയ്ക്ക് ആലയിൽ പശുവിനെ കറക്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാനും ഉഷമ്മയൊക്കെ കൂടെയാണല്ലോ പോണത്. ചെറിയച്ഛനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണേ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. കല്യാണിയുടെ ഡാഡി വന്നിട്ടുണ്ട്, രാജീവച്ചൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കല്യാണി ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഓളെ കാണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തേക്കാണെങ്കിലും 10 ദിവസത്തേക്കാണെങ്കിലും 1 മാസത്തേക്കാണെങ്കിലും 30ൻ്റെ ലഗേജ് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം ഞങ്ങൾ എപ്പോഴും ഉള്ള കളിയാക്കലുണ്ട്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലോഡ് ഉണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഹേഷുമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. എണീറ്റ് നോക്കും വേണ്ട ഇതാ ആരപ്പത് എന്നുള്ള മട്ടിലാണ് കേട്ടോ. എല്ലാവരും മാറി മാറി പുതിയ ആൾക്കാരെയൊക്കെ കണ്ട്, ഭക്തേട്ടനെ കണ്ട്, ഓളെ അമ്മച്ചൻ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും നോക്കുന്നുണ്ട്. ഞാൻ കല്യാണീനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടി കാര്യമായിട്ട് ഓടിപ്പടഞ്ഞ് പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതാ ഈ ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഡ്രസ്സ് മാറ്റാച്ച് പോയി, ഡ്രസ്സൊക്കെ മാറ്റി വന്ന്
ഇളയമേനെ കാണാൻ എന്തൊരു സുന്ദരിയാന്ന് ഇളയമയ്ക്ക് അറിയാനിട്ടാ അല്ലേ അച്ഛാ? അച്ഛൻ പറയും ആയ കാലത്തൊരു സുന്ദരിയായിരിക്കും. ആ ഫോട്ടോ ഒന്നും കിട്ടാത്തോണ്ടാ കേട്ടോ. ആരെയും മയക്കുന്ന കറക്കൂന്തൽ കേട്ടോ. അതുപോലെ അതാ അച്ഛൻ പിന്നെ അമ്മയൊന്നും പറയണ്ട. ആരാ എൻ്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത്? അങ്ങനെ ഇതാ നമ്മൾ പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സംഭവം അല്ലെങ്കിലും ഈ ചെറപറാന്ന് പറഞ്ഞാൽ പൊന്തി നിൽക്കുന്ന ഡ്രസ്സൊന്നും എനിക്കിപ്പോൾ അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഒന്നാമത് എനിക്ക് ഇച്ചിരി വയറ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു ഇത്തിരി വയറൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു വയറ് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഫ്രോക്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വയറ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒതുങ്ങി കിടക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ അധികവും ഞാൻ ഇടാറ്. അങ്ങനെ ഇതാ കല്യാണി ബാക്കി ഒരേ ഒരു പെട്ടിയും കൂടെ ബാക്കിയുണ്ട്. അതും കൂടി എടുത്തിട്ട് മൂപ്പത്തി പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വേം വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലെവൽ പോയിട്ട് ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവൾ വരിക. യേശുവിനെ ഉറക്കത്ത് എണീറ്റിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു കോലത്തിലായിരിക്കുന്നത്. കുട്ടിക്ക് ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇനിയിപ്പോൾ കാർ കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 3 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം ഈ ഇലക്ഷൻ്റെ ഇതിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബ്ലോക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് ഗേസ്. ഞാൻ എൻ്റെ യേശുവിനെ ഒന്ന് ഉറപ്പിക്കാൻ പോയതാണ്. ഇനി പീന മണത്ത് കയറ്റണമെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാൽ കിട്ടുമോ? എൻ്റെ വാച്ചിലേക്കാണ് നോക്കുന്നത്. ഓക്കെ എന്താ അറിയാനാലേ. അങ്ങനെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മുത്തിനെ കാണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കണ്ടുള്ളൂ കാര്യമായിട്ട്. ഒക്കെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി വരട്ടെ. ഞങ്ങളൊരു സ്കാനിങ്ങിന് പോവുക. ഫാമിലി ട്രിപ്പാണ് ആലൂട്ടൻ പറഞ്ഞത്. അത്രയും ആളുണ്ടല്ലോ. ഇതാണ് നമ്മളെ ഭക്തേട്ടൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. വൈശാഖേട്ടൻ്റെ ഉറ്റതോടനാണ് കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരോടും പറഞ്ഞ് യാത്ര പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കല്യാണിയോടൊക്കെ ബായ് പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ളൊരു ലാബിലാണ് നമ്മൾ പോവാറ്. അപ്പം ഇനി അവിടെ എത്തണം. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. പിന്നെ കാറിലായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കല്യാണി എല്ലാം പറഞ്ഞ് സെറ്റാക്കാൻ കേട്ടോ. അല്ലൂട്ടനോടൊക്കെ ഫോൺ കളിക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, പഠിക്കണം, എക്സാം നല്ലോണം എഴുതണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ക്ലാസ് തന്നെ കൊടുത്തിട്ടാണ് മൂപ്പത്തി പോണത്. കാരണം ഈ വീട്ടിൽ അല്ലൂട്ടൻ ആകെ പേടിയുള്ളതോളം മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ വേഗം അനുസരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഓരും പോകാൻ റെഡിയായി. ഞങ്ങളിറങ്ങി. തുമ്പമ്മയുടെ ഉടുപ്പ് എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നമുക്കത് സെറ്റ് ആവുമോ വിചാരിച്ചിരുന്നു. പക്ഷേ ഇട്ട് നോക്കി എനിക്ക് ഫുൾ കൈയൊന്നും അങ്ങനെ ഇഷ്ടമല്ലേ. പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് അല്ലേ. പിറന്നാളിന് തുമ്പീൻ്റെ പിറന്നാൾ കഴിഞ്ഞ പിറന്നാളിന് പാച്ചനും ഉഷമ്മയും വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ഓള് കാര്യമായിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന് എന്തൊക്കെയോ ആചാലയാവുന്നുണ്ട്. പിന്നെ മടിയിലിരുത്താൻ ഞാൻ നിന്നില്ല. ബാക്കിൽ അമ്മ ഉണ്ടല്ലോ. അപ്പം അമ്മേൻ്റെ അടുത്ത് അങ്ങ് ഇരുത്തി രണ്ടാൾ. ഓൻ നൈസായിട്ട് ഭക്തേട്ടനോട് ഫോൺ കിട്ടുമോ നോക്കുകയാണ്. കാരണം ചെറിയമ്മേൻ്റെ അധീനതയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ. ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുത്ത് ഞാൻ ചെറിയമ്മയെ കാണിച്ചു കൊടുക്കട്ടെ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേനു കേട്ടോ. അങ്ങനെ ഫോണും എല്ലാം വാങ്ങി. ഫോൺ കണ്ടാൽ പിന്നെ മൂപ്പർക്ക് വല്ലാത്തൊരു ചാട്ടാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. വാള് വെക്കലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ്. പൊതുവേ ഞാൻ ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ ഓവർ വാള് വെപ്പില്ല. പക്ഷേ എനിക്ക് വല്ലാത്ത നോസിയാണ്. അതായത് ഭയങ്കര ഓക്കാനം വരും. പക്ഷേ ഛർദ്ദിക്കാറില്ല. അത് വല്ലപ്പോഴും ഒരു 2-3 വട്ടമൊക്കെ ടോട്ടലി ഛർദ്ദിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ തലകറക്കം എൻ്റെ പൊന്നെ. പിന്നെ എന്തിനാണ് ഛർദ്ദിക്കുന്നത്? ഒരു ബോധമില്ലായ്മയാണ് അങ്ങോട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നാമത് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഞാൻ ഒരു ദിവസം അങ്ങനെ സ്കിപ്പാക്കി നോക്കി മെഡിസിൻ വെച്ചാൽ എല്ലാം അല്ല, ഷുഗറിൻ്റെ ആ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം സ്കിപ്പാക്കി നോക്കിയപ്പോൾ ഞാൻ അന്ന് എണീറ്റ് നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൈഡാവണതെന്ന്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോവുകയാണ് ഗൈസ്. തലകറക്കം പിന്നെ രാവിലെ കണ്ടോ. തുമ്പീൻ്റെ തലയിൽ ഞാൻ താജ്മഹലിനെ കെട്ടിയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഓക്കെ, ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അമ്മയും തുമ്പമ്മയും ഇതാ ബേക്കുന്ന വേഗം ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ട്. അല്ലുട്ടനും 3 ആളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം അവിടെ എത്തി തുടങ്ങി. ഭക്തേട്ടൻ ഇന്ന് അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. സാധാരണ 8-9 മണിക്ക് ജോലിക്ക് പോകണ ഭക്തേട്ടൻ നിൻ്റെ കൂടെ വരാനുള്ളൊരു കാരണം കൊണ്ട് പുലർച്ചയ്ക്ക് 5:00 എണീറ്റ് പണിക്ക് പോയി ഉച്ചപ്പണി എടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നിയിട്ട് അയ്യോ അതിൻ്റെ ഉള്ള ഉറക്കവും ഒക്കെ കളഞ്ഞിട്ടാണല്ലോ പാവ വന്നത്. അങ്ങനെ വരാൻ വേണ്ട ഒരു മനസ്സിലെ. പക്ഷേ ഭക്തേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടേനെ കേട്ടോ. പോകാൻ ആരും ഇല്ലാണ്ടായി പോയേനെ. അങ്ങനെ ഇതാ ഞങ്ങൾ ലാബിലെത്തിയിട്ടുണ്ട്. തുമ്പമ്മ കാര്യമായിട്ട് നോക്കണ്ടേ എന്താ ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ടി വിയിലൊക്കെ അങ്ങനെ ന്യൂസ് അവിടെ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് അമ്മ അങ്ങനെ അട്ടത്ത് നോക്കിയിരിക്കുന്നത് കേട്ടോ. ഇലക്ഷൻ ചൂടല്ലേ, അപ്പോൾ കലാശക്കൊട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് പോലും ഇത്രയും സൗണ്ടിൽ കലാശക്കൊട്ട് നടത്താൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിലെ ഏരിയ ഒക്കെ ശരിക്കും ഒഴിവാക്കേണ്ടതാണല്ലേ. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും തുമ്പമ്മ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് എനിക്ക് അല്ലുട്ടൻ ഭക്തേട്ടനെടുത്തിരുന്നു കേട്ടോ. അവർ കാറിലിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 പേരെയും കൊണ്ടുവന്ന് അവിടെ നല്ല 8-ൻ്റെ പണി കിട്ടിയാനേ. പിന്നെ മാത്രമല്ല അല്ലുട്ടൻ വരികയല്ല. കാരണം ഭക്തേട്ടനെടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഫോണൊക്കെ വാങ്ങി അതിലെന്തെങ്കിലും കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടേക്ക് മൂപ്പര് നിൽക്കുക. അല്ലെങ്കിലും വൈശാഖേട്ടനും ഭക്തേട്ടനും അങ്ങനെ ഓരോക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്ന് വേണ്ട കേട്ടോ. അതല്ലെങ്കിലും എന്താ പറയുക, ആണുങ്ങൾക്ക് ആണുങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ.
അപ്പോൾ തുമ്പമ്മ കുറച്ച് നേരമൊക്കെ ഞങ്ങളടുത്ത് അടങ്ങിയിരുന്നു. പിന്നെ മുപ്പത്തിൻ്റെ മെല്ലെ മെല്ലെ ഓരോ പരിപാടികളിലേക്ക് കടന്നു തുടങ്ങി. പിന്നെ ഓരോ സ്ഥലത്ത് പോയി ഓരോ വികൃതികളൊക്കെ കളിച്ച് ഇടയ്ക്ക് ആ സീറ്റിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് തൊയിഞ്ഞ് അതാ കണ്ടില്ലേ, ആ ഇരിക്കുന്നതും ചേറിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് പോകാനുള്ളതല്ലേ നമ്മൾ തുമ്പിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് തൊയിഞ്ഞപ്പോൾ മുപ്പത്തി നന്നായി ഒന്ന് പേടിച്ച്. ഓക്കെ, അതാണ് സംഭവം ഉണ്ടായി. ഇതിപ്പോൾ തുമ്പി എന്തൊക്കെയോ ഒറ്റയ്ക്ക് വർത്താനം പറയാം കേട്ടോ. കുറേ ഇപ്പം അങ്ങനെയാണേ, ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ പറയും. അപ്പോൾ കുട്ടിക്ക് അമ്മയോട് വരിക, ഇവിടൊക്കെ പെണ്ണാക്കല്ലേന്ന് ഇപ്പൊ ഓടെ അന്നതത് ഇങ്ങനെ കുട്ടിനെ എൻ്റെ കുട്ടാലെ ഒട്ടാണിച്ച് നിൽക്കാടെ മുന്നാളുണ്ടാക്കും. നിങ്ങൾക്ക് എന്തേ മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായി. ഞാൻ കുറേ നേരമൊക്കെ നോക്കി എന്താ സംഭവം എന്ന്. അവളെന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് വർത്താനം പറഞ്ഞാൽ അങ്ങ് നിന്നോട്ടെ വിചാരിച്ചു. കാരണം ഓടിക്കളിക്കുന്നതിന് നല്ലതാണല്ലോ, അവിടെ നിന്ന് ഒറ്റയ്ക്ക് വർത്താൻ പറയാന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഓളെന്തൊക്കെയോ കുറേ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവൾക്ക് തോന്നി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ, ഇനി ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൈൻഡ് ആക്കാതെ അട്ടത്തൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ പിന്നെയും മുപ്പത്തിൻ്റെ വർത്താനത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നേ. എങ്ങനെയായാലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ മുപ്പത്തിക്ക് ധാരണ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാടിരുന്ന് പിന്നോട് വാവേൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് വാവേൻ്റെ ഫോട്ടോ എടുത്തിട്ട് അമ്മ വരാം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്കാനിങ്ങിനോട് വിളിച്ചപ്പോഴത്തേക്ക് ഇവൾ എൻ്റെ ഉക്കത്ത് കയറി അങ്ങ് ഇരുന്ന് കരയാൻ തുടങ്ങി. ഓക്കും വരണമെന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ കുട്ടികളെ കയറ്റില്ലല്ലോ. അവസാനം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, അമ്മ വാവേൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരാം പൊന്നെ, അച്ചമ്മേൻ്റെ അടുത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവിടെ ഇരുത്താൻ നോക്കിയിട്ടാ. അപ്പോൾ ഓക്ക് ഒരേ നിർബന്ധം, ഓക്ക് ഉള്ളിൽ വരണം, വാവേനെ തൊടണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു തൊടാനൊന്നും പറ്റൂലായിരുന്നു, ഫോട്ടോ എടുത്തിട്ട് അമ്മ ഫോട്ടോയും കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞതിന് ശേഷമാണ് ഓളെ അവിടെ ഇരുത്തുന്നത്. അപ്പം തന്നെ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ പൊന്നെ അവസാനം ഡെലിവറീൻ്റെ സമയത്ത് പണിയാവോന്ന്. മുഖം കണ്ട മനസ്സിലാണ്ടോ? അത് വാവ അതിന്റെ ഉള്ളിലാണോ? ആ അതിൻ്റെ ഉള്ളിലാണ്. കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളില് കാണണം. അതിൻ്റെ ഉള്ളിൽ പോകാനൊന്നും പറ്റില്ല. എനിക്ക് അവിടെ നിന്നാ വന്നേ. അതിൻ്റെ ഉള്ളിൽ പോയി കാണണമല്ലേ വാവേനെ. എടാ തുമ്പി, അതാരാ പറഞ്ഞു ഒട്ടച്ചമ്മയ്ക്ക്? എന്താണ് വാവ? തുമ്പിന്റെ പല്ല? തുമ്പിന്റെ പല്ലാണോ അത്? തുമ്പിന്റെ പല്ലല്ലടാ കുട്ടി. ഇവിടെ നോക്ക്. കുട്ടിയോ? ആ കുട്ടീനെ പുറത്തൊക്കെ എടുത്തോ? ഇല്ലടോ, കുട്ടീനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ കിട്ടും. ഇത് നോക്ക്, കണ്ടോ? നല്ല ചോദ്യം. തുമ്പിന്റെ പല്ലാണോ? എന്ത് കണ്ടക്ക് പല്ലാണെന്നാണോ തോന്നിയേ? മനസ്സിലായതാ? പിടിച്ചു നോക്ക്, മനസ്സിലായതാ? ഇതിന്റെ ഉള്ളിൽ നോക്കുതാ. ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞാവ് കണ്ടോ? കണ്ടോ? കുഞ്ഞു കുഞ്ഞാവാ. ബോയ്സ് ആണോ? അതൊന്നും കാണില്ല. ചുച്ചാമിയൊന്നും കാണുന്നില്ല. അച്ഛമ്മയെ കാണിച്ചോർക്ക്. നമ്മ കൂലങ്കസമായി പഠിക്കുകയാണത്. ഉഷാറാണ് MBBS. അങ്ങനെ നമ്മുടെ NT സ്കാൻ കഴിഞ്ഞു. ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിലെല്ലാം ഓക്കെയാണ്. പിന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2-3 ഡേയ്സിനുള്ളിലാവും ഇനി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയ റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിച്ച് മെഡിസിൻസൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്ലോക്ക് കിട്ടും എന്നുള്ളത് എന്തായാലും ഞങ്ങൾ വരുമ്പോൾ തന്നെ അറിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പോണ വഴിക്ക് മൊത്തം ഞാനിങ്ങനെ ഫുള്ളിൻ്റെ റിസൾട്ട് അരിച്ച് പെറുക്കിയതിനെ കൂലങ്കശമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം. അത്രയും സീനാണ്. ഞാൻ ഈ ചെക്കൻ എന്തിനാ അത്രയും ഓടി നടന്ന് എല്ലാ പിന്നെന്താ പറയുക ഈ ബ്ലോക്കൊക്കെ ഒന്ന് റെഡിയാക്കുന്നത്. അപ്പോഴാണ് ഭക്തേട്ടൻ പറയുന്നത് ഏതോ ബസ്സിൻ്റെ കണ്ടക്ടറോ കിളിയോ എന്തോ ആണ്, അവർക്ക് ടൈമിന് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാച്ചു. പിന്നെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് സെലക്റ്റീവായിട്ടല്ലേ കഴിക്കാൻ പറ്റുമോ, ഷുഗർ ഉള്ളതല്ലേ. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. തുമ്പമ്മ ഭക്തേട്ടൻ്റെ കൂടെ എൻ്റെ വയ്യാലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളത് ചായയൊക്കെ കുടിച്ചു. നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടാണ് തിരിച്ചു പോകേണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മെഡിസിൻസ് വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻസും വാങ്ങിച്ചു.
കുറച്ചുകൂടെ മെഡിസിൻസ് കിട്ടാനുണ്ട്. കാരണം ഞങ്ങൾ മെഡിക്കൽ കോളേജിന് അവിടെ നിന്നില്ല, വേറെ വഴി വിട്ടതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് മെഡിസിൻ വാങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കെട്ടാങ്ങലെങ്ങാനും പോയി വാങ്ങിക്കണം. ആ ചായ കുടിച്ചത് നൈസായിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എന്തോ തീരെ എനിക്ക് വാൾ വെക്കണം എന്നുള്ള വല്ലാത്തൊരു ടെൻഡൻസി ആയിരുന്നു. വീടെത്താനായിട്ടുണ്ട്, ഇനി വാൾ വെച്ചാൽ മോശമാണെന്നൊക്കെ ഭക്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തീരെ വയ്യായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് തുമ്പമ്മ നന്നായി ഉറങ്ങി. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇന്ന് രാത്രിയോളം ഉറങ്ങിയില്ല എനിക്ക് പണി കിട്ടുമല്ലോ. ഈ ഒരു സമയത്ത് രണ്ടും കിട്ടുന്ന സമയമായി ഇപ്പോൾ ഈ കിടന്ന് ഉറങ്ങുന്നത്. ഒന്നുകിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ കുഴപ്പമില്ല, വൈകുന്നേരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലൂട്ടൻ കാര്യമായിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടുന്നതിന് മുന്നേ 100 കോള് കഴിഞ്ഞിട്ടുണ്ടാവും. വൈശാട്ടിനും അമ്മ ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ വിളിച്ച് ഞാൻ റിസൾട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു പിക്ക് എടുത്ത് വൈശാട്ടിന് അയച്ചു കൊടുത്തതിന് ശേഷമാണ് വൈശാട്ടിന് സമാധാനമായത്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം. കാരണം അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. എന്താ പറയുക, ഞാൻ ഹാപ്പിയായി റിസൾട്ടൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ഇനി ഭക്തേട്ടൻ പോവാന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. പാവം ഉണ്ടാവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇന്ന് ബുദ്ധിമുട്ടിയുണ്ട്. അപ്പോൾ ഭക്തേട്ടൻ തിരിച്ചു പോയി. തുമ്പമ്മ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എനിക്കും ഇനി എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ഞാനും പോയി റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.